കാസർഗോഡ് നീലേശ്വരത്തെ പാറപ്രദേശത്ത് മുന്തിരി സമൃദ്ധി. പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ട മുന്തിരി 1.5 വർഷം കഴിഞ്ഞിട്ടും പൂവിടാതായതോടെ നിരാശയിലായി. ഒടുവിൽ രക്ഷയ്ക്കെത്തിയതാവട്ടെ യൂട്യൂബും. ചായോ മണിമുണ്ട നെടുംതുടുപ്പിലെ ലക്ഷ്മി കുമ്മായ കമ്പനിയിൽ കെട്ടിടത്തോട് ചേർന്ന് കുലച്ചു നിൽക്കുകയാണ് മുന്തിരിച്ചെടി. 2025 നീലേശ്വരം മന്നൻപുറത്തുകാവിലെ കലോത്സവ സമയത്താണ് നീലേശ്വരം കടിഞ്ഞുമൂലയിലെ അനുരാജ് മുന്തിരിത്തൈ വാങ്ങിയത്. നെടുംതുടുപ്പിലെ സ്വന്തം സ്ഥാപനമായ ലക്ഷ്മി കുമ്മായ ഫാക്ടറിയിൽ മുന്തിരിത്തൈ നട്ടുപരിപാലിച്ചു. തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് കഴുകാൻ ഉപയോഗിക്കുന്ന ടാപ്പനെടുത്താണ് ചെടി നട്ടത്. കക്കയും കരിയും മാത്രമാണ് വളമായി നൽകിയത്. മാസങ്ങൾക്കകം മുന്തിരിവള്ളി പടർന്ന് പന്തലിച്ചെങ്കിലും കായ്ച്ചില്ല. മുന്തിരിവള്ളി പൂക്കുന്നതും കായ്ക്കുന്നതും കാത്തിരുന്ന അനുരാജ് നിരാശനായി. മുന്തിരിച്ചെടി വെട്ടിക്കളയാൻ ഒരുങ്ങുമ്പോഴാണ് യൂട്യൂബിൽ നിന്ന് പ്രൂണിംഗ് വിദ്യയെക്കുറിച്ചറിഞ്ഞത്. അവസാന ശ്രമമെന്ന നിലയിൽ പ്രൂണിംഗ് നടത്തിയതോടെ ചെടിയിൽ കുലകുലയായി മുന്തിരികൾ കായ്ച്ചു തുടങ്ങി. അങ്ങനെ നമ്മുടെ നാട്ടിലും മുന്തിരി കൃഷി വിജയകരമാകുമെന്ന് അനുരാജ് തെളിയിച്ചു. ഞാൻ കഴിഞ്ഞ വർഷം 2025 കാവിലെ കലശത്തിന് പോയിട്ടാകുമ്പം അപ്പോൾ അവിടെ ഈ മുന്തിരിത്തൈ കണ്ടിട്ട് ഒരു കൗതുകത്തിന് ഞാൻ മുന്തിരിത്തൈ വാങ്ങി ഇവിടെ എൻ്റെ നെടുംതുടുപ്പ് കുമ്മായ കമ്പനിയിൽ ഞാൻ നട്ട് പിടിപ്പിച്ചു. പക്ഷേ 6 മാസത്തെ ആകുമ്പോൾ തന്നെ നല്ല പടർന്ന് പന്തലിച്ചു. പക്ഷേ കായ്കളൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനത് വിചാരിച്ച് വെട്ടിക്കളയാവുന്ന രീതിയിൽ ഉണ്ടാകുമ്പോൾ ഞാൻ ഒരു യൂട്യൂബിൽ നോക്കിയത്. അപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ അതിൽ ഈ പ്രൂണിങ് വിദ്യ കണ്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പുതിയ തിരി വരുമ്പോൾ ആ തിരി ഞാൻ നുള്ളി. അപ്പോൾ അത് അതിന് പുതിയ ശാഖകൾ വരുമ്പോൾ അതിലെല്ലാം പുതിയ പൂക്കൾ വന്നു, നിറയെ കായ്ക്കൾ പിടിച്ചു. ഇപ്പോൾ നിറയെ കായ്. അപ്പോൾ നമ്മുടെ നാട്ടിലും മുന്തിരി പിടിക്കുന്ന തെളിയിച്ചിരിക്കുകയാണ്. തളിരെല്ലാം നുള്ളിക്കളയുന്ന പ്രൂണിംഗ് രീതി വളരെ എളുപ്പത്തിൽ ആർക്കും പരീക്ഷിക്കാവുന്നതാണെന്ന് അനുരാജ് പറയുന്നു. ഈ പ്രൂണിംഗ് വിദ്യ എന്ന് പറയുമ്പോൾ ഈ പുതിയ വരുന്ന ഈ തളിര് ഇതിൻ്റെ കൊടി നുള്ളിക്കളയുന്ന രീതിയാണ്. ഇതിൻ്റെ കൊടി നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വഴി പുതിയ ഇതിലൂടെ പുതിയ വേലുകൾ വരും. അപ്പോൾ അതിന് കൊല പിടിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ പ്രൂൺ ചെയ്തു. അതിനുശേഷം പുതിയ കണ്ടു വന്നത് അതിലാണ് കൊല പിടിച്ചിട്ടുണ്ട്. ഇതിൽ കൊല പിടിച്ചിട്ടുണ്ട്. മുന്തിരിത്തൈയിൽ നിന്ന് അനുരാജിന്റെയും തൊഴിലാളികളുടെയും വീടുകളിലേക്ക് പഴുത്ത് പാകമാകുമ്പോൾ മുന്തിരിക്കുലകൾ കൊണ്ടുപോകാറുണ്ട്. 100-ലേറെ മുന്തിരിക്കുലകൾ ഇതിനകം ലഭിച്ചു. മുന്തിരി കൃഷി വിജയമായതോടെ നെടുംതുടുപ്പിലെ ഫാക്ടറിക്കടുത്ത പലതരം ഫലവൃക്ഷ കൃഷിക്കും അനുരാജ് തുടക്കമിട്ടിട്ടുണ്ട്. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.